ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ നാളത്തെ കാത്തിരിപ്പിൻ്റെ വിരാമം വന്നിരിക്കുകയാണ്. അതായത് കുറേ നാളത്തെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരു പ്രതിഫലം എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മുടെ ചാനലിൽ ഇപ്പോൾ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി. അതായത് നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4-5 വർഷത്തിന് മുമ്പായിരുന്നു. ആ സമയത്ത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊന്നും തന്നെ റീച്ച് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ആഴ്ചയിൽ ഒരു വീഡിയോ അങ്ങനെയൊക്കെയായിരുന്നു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് അതായത് നമ്മൾ ചാനൽ തുടങ്ങിയത് ആ ഒരു കൊറോണ ടൈമിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചാനൽസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ സമയത്ത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊന്നും തന്നെ റീച്ച് ആവുന്നില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് മടുക്കുമല്ലോ. വീഡിയോസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോസ് ഹൈപ്പിലോട്ട് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് മടുക്കും. അങ്ങനെ തന്നെ ഞാനും ഈ ചാനൽ അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് ഞാനിവിടെ യുഎയിലോട്ട് വന്നതിന് ശേഷമാണ് വീണ്ടും ഞാൻ ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. യുഎയിലോട്ട് വന്നിട്ട് ഞാനിപ്പോൾ വന്ന് ഏകദേശം ഒരു 8 മാസമായി. പക്ഷേ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മാസമൊക്കെ ആയതേ ഉള്ളൂ. അതായത് നമ്മളൊരു മാർച്ചിലൊക്കെയാണ് വീണ്ടും നമ്മുടെ ഈ ചാനലിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതായത് ഈ ചാനലൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഏതാണ്ട് 1-2 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മുടെ ചാനൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുത്തതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ നമ്മുടെ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി. ഹാഫ് മോണിറ്റൈസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള 2-3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതായത് നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു, നിങ്ങൾ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഗ്രോ ചെയ്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ടിപ്സ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ആകും. കാരണം ഞാൻ ഈ 5 മാസമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു റൂളാണ്. അതായത് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതും ഡെയിലി കൃത്യസമയത്ത് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതായത് നിങ്ങൾ എൻ്റെ ചാനൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതായത് എൻ്റെ ചാനലിൽ ഞാൻ ഡെയിലി രാത്രി 12 മണിയാകുമ്പോഴാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഇത്ര മിനിറ്റ് വീഡിയോസ് വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല. അതായത് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഡെയിലി പോസ്റ്റ് ചെയ്താൽ മതി. അതായത് ഞാൻ മെയിനായിട്ടും ഒരാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കണ്ടൻറ്റ് വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യും. അതായത് എനിക്ക് വീക്ക് ഓഫ് കിട്ടുന്നത് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ഞാൻ ഏകദേശം ഒരു 5-6 കണ്ടൻറ്റുകൾ ഷൂട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഇടയ്ക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുന്ന പോലെ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ അന്നത്തെ ദിവസം രാത്രി 12 മണിക്ക് തന്നെ അത് അപ്ലോഡ് ചെയ്യും. അതായത് ഇപ്പം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റുകളാണെന്നുണ്ടെങ്കിൽ അന്ന് വൈകിട്ട് തന്നെ അത് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അന്നത്തെ വീഡിയോ പെട്ടെന്ന് തന്നെ റീച്ച് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കണ്ടൻറ്റുകളൊക്കെ നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ല കുഴപ്പമില്ല റണ്ണായി പോകുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഓൾറെഡി തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഡെയിലി ബേസിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് പറയാനായിട്ടുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വീക്കിലി ഓരോ വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരുന്നത്. അതാണ് വീഡിയോ റീച്ച് ആവാതെ പോയത്. പക്ഷേ ഇപ്പോൾ അതായത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എല്ലാ ദിവസവും ഈ വീഡിയോസ് ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് കാണാനായിട്ട് സാധിക്കും. അതായത് വ്യൂവേഴ്സിൻ്റെ എണ്ണവും കൂടി വരും, സബ്സ്ക്രൈബേഴ്സ് കൂടും, ലൈക്കും കമൻറ്റൊക്കെ കൂടുന്നതനുസരിച്ച് തന്നെ അതുപോലെ തന്നെ കുറേ അധികം ഷെയർസും പോകും. ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഗ്രോ അപ്പ് ആവും. അതായത് നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഏകദേശം 4-5 മാസത്തിനുള്ളിലാണ് നമ്മുടെ ചാനലിൽ ഈ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം അതായത് നിങ്ങൾ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ യൂട്യൂബിൽ ഗ്രോത്ത് വേണം എന്നാഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കൂടെയുള്ള അതായത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശരി ഗൈസ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതല്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എങ്ങനെയാണ് ഹാഫ് മോണിറ്റൈസേഷൻ. അതായത് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ ആകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ള കുറേയധികം ഡൗട്ടുകളുണ്ട്. അതായത് ഇത് നമുക്ക് ഫോണിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേയധികം ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് എൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കിയത് എൻ്റെ ഫോൺ ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരിക്കും, 2025 ജൂലൈ 15 ശേഷം യൂട്യൂബ് മോണിറ്റൈസേഷന് കുറച്ചധികം ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ, അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ ഞാൻ ഓൾറെഡി തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ക്രീൻ റെക്കോർഡ് വെച്ചാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ മോണിറ്റൈസേഷൻ അതായത് ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാൻ പോകുന്നത്.
പിന്നെ കുറേ പേർക്കുള്ള കുറേയധികം ഡൗട്ടുകളാണ് ഇത് നമുക്ക് ഫോണിൽ ചെയ്യാൻ പറ്റുമോ, അതായത് മുമ്പുള്ള കുറേയധികം യൂട്യൂബേഴ്സ് ഇത് വലിയ എന്തോ ഒരു സംഭവമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്, ഇത് കടക്കാനായിട്ട് ഭയങ്കര പാടാണ്. അങ്ങനെ കുറേയധികം ഹൈപ്പ് ഈ യൂട്യൂബ് മോണിറ്റൈസേഷന് കുറേയധികം യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് തന്നെ ഡൗട്ടും കുറേ പേർക്ക് ടെൻഷനൊക്കെയാണ്, ഈ യൂട്യൂബ് മോണിറ്റൈസേഷൻ ചെയ്ത് കിട്ടുമോ, അങ്ങനെയുള്ള കുറേയധികം ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കുറേ പേർക്കുണ്ട്. പക്ഷേ ഇത് വെറും സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതിന് ആദ്യമേ 2-3 പ്രോസസ്സുണ്ട്. അതിനുശേഷം അതായത് 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2-3 പ്രോസസ്സുണ്ട്. അതിനുശേഷം 4000 വാച്ച് അവർ കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അങ്ങനെ കുറച്ചധികം പ്രോസസ്സുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്തത് എൻ്റെ ഫോൺ ഉപയോഗിച്ച് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഏകദേശം 3250-3300 ആ വാച്ച് അവർ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ചാനലിൽ ഈ 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആവും. അപ്പോൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആകുമ്പോൾ ഫുൾ മോണിറ്റൈസേഷൻ്റെ വീഡിയോയും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അതായത് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയവർക്ക് വേണ്ടിയുള്ളതാണ്. 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയ ഉടനെ നമ്മുടെ ചാനലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഈ ഫസ്റ്റ്, അതായത് 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയതിന് ശേഷം ഏൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ വാച്ച് അവർ കാണിക്കുന്നത് 2999 അതായത് ഇത് നമ്മുടെ ഇന്നലത്തെ വാച്ച് അവറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പോൾ സമയം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 മണിയാണ് കാണുന്നത്. അതായത് 11 മണിക്കാണ് എനിക്ക് ഈ വാച്ച് അവർ ഡേറ്റ അപ്ഡേറ്റ് ആവുന്നത്. ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്തപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് 3037 വാച്ച് അവർ കംപ്ലീറ്റ് ആയതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് മോണിറ്റൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ 2999 അവർ കാണിച്ച സ്ഥലത്ത് നമുക്കിപ്പോൾ അപ്ലൈ നോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കാണുന്നത്. ജസ്റ്റ് ആ അപ്ലൈ നോ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ റിവ്യൂ ബേസസ് ടേംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ടടിയിൽ സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ കുറേയധികം ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം ഐ അക്സെപ്റ്റ് ദി ബേസ് ടേംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അതായത് നമ്മളുടെ റിവ്യൂ ബേസിസ് ടേംസ് ഓൾറെഡി അക്സെപ്റ്റ് ആയി കഴിഞ്ഞു. അത് അവിടെ ഒരു ഗ്രീൻ ടിക്ക് വീണിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡ്സെൻസ് അക്കൗണ്ടിൽ സൈനപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൻ്റെ അകത്ത് യെസ് ഐ ഹാവ് ആൻ എക്സിസ്റ്റ് ആഡ്സെൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നോ ഐ നീഡ് ടു ക്രിയേറ്റ് വൺ എന്നുള്ളതാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നോ ഐ നീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് നോ ഐ നീഡ് ടു ക്രിയേറ്റ് വൺ എന്ന് പറയുന്ന ഓപ്ഷനാണ്. കാരണം നമുക്ക് ആഡ്സെൻസിൽ ഇപ്പോൾ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നോ ഐ നീഡ് ടു ക്രിയേറ്റ് വൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതായത് നിങ്ങൾ ഏത് ഇമെയിൽ ഐ ഡിയിലാണ് ആഡ്സെൻസ് അക്കൗണ്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഇമെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം പാസ്വേഡും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് ആഡ് ചെയ്തിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. നിങ്ങൾ ജസ്റ്റ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ ഒന്ന് അപ്രൂവ് ചെയ്യുക. അപ്രൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹോം അഡ്രസ്സാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഹോം അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹോം ഇരിക്കുന്ന അഡ്രസ്സിൻ്റെ ലൊക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ലാൻഡ്മാർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ എൻ്റെ വീട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതേ സ്ഥലത്തിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഉള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ QR നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് തൊട്ടടിയിൽ തന്നെ നമ്മുടെ കൺട്രി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം രാജ്യങ്ങളുടെ പേരുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഇന്ത്യയിലാണല്ലോ, അപ്പോൾ നമ്മൾ ഇന്ത്യയാണ് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ റീഡ് ചെയ്ത് നോക്കുക. അതായത് ആഡ്സെൻസിൻ്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ജസ്റ്റ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം മസ്റ്റായിട്ടും വായിച്ചിരിക്കണം എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് സമയം കിട്ടുന്നത് പോലെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ഫുള്ളായിട്ടൊന്ന് വായിച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയതിന് ശേഷം ഇതിന് തൊട്ട് താഴെ തന്നെ ഐ ഹാവ് റീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റപ്പ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്താണ് നമ്മളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. ഈ പേജിൽ നമ്മുടെ പേര്, അതുപോലെ തന്നെ അഡ്രസ് ലൈൻ 1, അഡ്രസ് ലൈൻ 2, അതായത് നമ്മുടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ്, അതുപോലെ തന്നെ ടൗണ് അല്ലാന്നുണ്ടെങ്കിൽ സിറ്റി, പിന്നെ പിൻകോഡ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ പേജിൽ കൃത്യമായിട്ടും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അകത്ത് യാതൊരുവിധ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരരുത്. അതായത് നമ്മുടെ ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ID പ്രൂഫ് എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് എങ്ങനെയാണോ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അതേ രീതിക്ക് തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൊട്ടടിയിൽ തന്നെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ അകത്ത് റീഡയറക്റ്റ് ടു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും YT സ്റ്റുഡിയോയിലോട്ടാണ് എൻ്റർ ആവുന്നത്. എൻ്റർ ആയി കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ആഡ്സെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ സമയം ഒന്ന് നോട്ടീസ് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് 11:13 ആയപ്പോഴാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 2:04 ആയപ്പോൾ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് വെരിഫൈ ആയി കിട്ടി. അതായത് ഏകദേശം 3 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് വെരിഫൈ ആയി കിട്ടി. ഇനിയാണ് നമ്മളുടെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ യൂട്യൂബ് ടീംസ് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം അവരാണ് ഈ യൂട്യൂബ് ചാനൽ അപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവും. ഇത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് 2:04 നമുക്ക് കൺഗ്രാജുലേഷൻ എന്ന് പറയുന്ന മെസ്സേജ് വരുന്നത് 7:06 അതായത് ഏകദേശം 5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുവാന്നുണ്ടെങ്കിൽ ബാലൻസ്, അതായത് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇനി എന്തോരം മണിക്കൂർ കൂടെയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളുടെ മെമ്പർഷിപ്പും അതുപോലെ തന്നെ സൂപ്പേഴ്സ് എന്ന് പറയുമ്പോൾ സൂപ്പർ കോയിൻ, സൂപ്പർ ചാറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനേബിളായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവാനായിട്ട്, അതായത് നമ്മുടെ ചാനൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഹാഫ് മോണിറ്റൈസേഷനാണ്. ഫുൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവാനായിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ടാക്സ് ഇൻഫോ നമ്മൾ സബ്മിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൺഫേം ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ 3 സ്റ്റെപ്പും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി, ഫുൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഹാഫ് മോണിറ്റൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു കാണും. അതായത് നിങ്ങളുടെ ചാനൽ ഒരു കുഴപ്പമില്ല, പക്കായിട്ടുള്ള ചാനലാണ്, നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, യൂട്യൂബ് പെട്ടെന്ന് തന്നെ വെരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ 4000 വാച്ച് അവർ ഇനി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത്. അതായത് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫുൾ മോണിറ്റൈസേഷൻ ആവും, അതായത് നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആവും. അപ്പോൾ എങ്ങനെയാണ് ഫുൾ മോണിറ്റൈസേഷൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതായത് ഈ വീഡിയോയുടെ പാർട്ട് 2 വീഡിയോ മസ്റ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ വാച്ച് അവർ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് 3300 സംതിങ് ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 7-8 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. 4000 വാച്ച് അവർ എന്നാണ് കംപ്ലീറ്റ് ആകുന്നത് അന്ന് തന്നെ നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ മസ്റ്റായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് എങ്ങനെയാണ് നമ്മുടെ ID വെരിഫൈ ചെയ്യേണ്ടത്, പിന്നെ US ടാക്സ് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്യാഷ് വരുന്നത്, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്യാഷ് വരുന്നത് വരെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ
നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ പാർട്ട് 3യും വീഡിയോ കാണാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ ഏതെങ്കിലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. മോണിറ്റൈസേഷനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. കാരണം നമ്മുടെ പാർട്ട് 2വും പാർട്ട് 3യും വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.